Hi, hello. Let's see what I had in my flight from Germany to New Delhi. One of my longest flight എന്ന് തന്നെ പറയാം കേട്ടോ. മാൾട്ടയിൽ നിന്ന് രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റ് മാൾട്ടയിൽ നിന്ന് ജർമ്മനിയിലേക്ക് 6 മണിക്കായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വളരെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ജർമ്മനിയിൽ എത്തിയിട്ടും വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നോൺ വെജ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് മാംഗോ പിക്കിളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു സലാഡ് ഡ്രസ്സിങ്. ഞാനിത് തുറന്ന് നോക്കിയതേ ഇല്ല. സലാഡൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ തിന്നുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റൈത്ത, അതേപോലെ അരിപ്പായസം, ബണ്ണ്, പിന്നെ ഇത്രയൊക്കെ തന്നെ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ ടിക്ക, റൈസ്, പിന്നെ മട്ടർ ആൻഡ് പാലക്കായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ റൈത്തയും കൂടെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബ്രെഡും ബട്ടറും കഴിക്കാൻ പോണത്. കുറേ പ്രാവശ്യം തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് അവോയ്ഡ് ചെയ്യാറുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബട്ടർ ഇഷ്ടമല്ല. അപ്പം ഇപ്രാവശ്യം എനിക്ക് ബൺ ആൻഡ് ബട്ടർ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ നല്ല രീതിയിൽ ബട്ടറൊക്കെ തേച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പം സത്യം പറയാമല്ലോ, വളരെ അധികം ടേസ്റ്റി ആയിരുന്നു. എനിക്കെന്നെ തോന്നിയപ്പോൾ ഞാൻ എന്താ ഇത്രയും നാളിത് ട്രൈ ആയിരുന്നെന്ന്. എന്ന് വെച്ചാൽ ആ ബണ്ണിൻ്റെ മധുരവും അതേപോലെ ബട്ടറും കൂടെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഇത് ടേസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ബട്ടർ കഴിക്കാത്ത ഞാൻ ബട്ടർ മുക്കി നല്ല രീതിയിൽ വടിച്ച് തുടച്ച് ഞാൻ കഴിച്ചു കേട്ടോ. അത്രയും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കഴിച്ചത് നമ്മുടെ പായസമായിരുന്നു കേട്ടോ. അരിപ്പായസം, അതായത് റൈസ് ഖീർ. വളരെ ടേസ്റ്റി ആയിരുന്നു. പാകത്തിന് മധുരം, പിന്നെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് രാത്രി ഒരു 7-7:30 ആയപ്പോഴേക്കും അവർ ഡിന്നർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കാട്ടി റോള്. അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു. വെജ് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ കഴിച്ച് നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ കാട്ടി റോള്. ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. വളരെ അങ്ങനെ നല്ലതെന്ന് പറയാനില്ല, ബട്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ നല്ല ഫില്ലിങ്ങും ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പ് അടക്കി. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കും കൊതിയായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.